നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരായ പോരാട്ടം ഇന്ത്യ കടുപ്പിക്കുമ്പോൾ ലോകം കാത്തിരുന്ന വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ എങ്ങനെയാണ് ഇനി തിരിച്ചടിക്കാൻ പോകുന്നത്, ഇതുവരെ ഇന്ത്യ എന്താണ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒരുമിച്ച് ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ തുടരും. എന്തായാലും ഇന്ത്യ വലിയ രീതിയിലുള്ള പ്രതിരോധം തന്നെയാണ് തീർത്തിരിക്കുന്നത്. പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിനായി ഇന്ത്യൻ യുദ്ധക്കപ്പൽ കറാച്ചിയിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. 8 ദിവസം മുമ്പ് തന്നെ കറാച്ചിയിലേക്ക് പോകാൻ യുദ്ധക്കപ്പൽ തയ്യാറായി നിന്നിരുന്നു. ഈ ബ്രഹ്മോസ് മിസൈൽ അടക്കം കപ്പലിലുണ്ടെന്നാണ് സൂചന. പാകിസ്ഥാനെ കടലിൽ നിന്ന് ആക്രമിച്ച് ചാരമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കറാച്ചി തുറമുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സേന മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത തള്ളി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കറാച്ചിയെ ഇന്നലെ ആക്രമിച്ചോ ഇല്ലയോ എന്ന് ഇന്ത്യ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാനിലെ തന്ത്രപ്രധാന നഗരമായ കറാച്ചിയെ വീഴ്ത്തിയാണ് 1971 യുദ്ധത്തിന് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തത്. ഇതേ യുദ്ധതന്ത്രം 2025 ഇന്ത്യ പുറത്തെടുക്കുമെന്ന് കരുതുകയാണ് പലരും. എന്തായാലും ഇതിനുവേണ്ടിയാണ് യുദ്ധക്കപ്പലിന്റെ യാത്ര എന്ന് വ്യക്തമായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുന്നിടെ തിരിച്ചടിക്കാനാണ് നാവികസേനയും രംഗത്ത് സജീവമാകുന്നത്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിർത്തിയിൽ അതിരൂക്ഷമായ വെടിവെപ്പ് തുടങ്ങിയതിന് പിന്നാലെ ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമായി ഡ്രോൺ ആക്രമണവും പാകിസ്ഥാൻ തുടരുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും സൈന്യം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. രാത്രി ജമ്മുവിലേക്ക് മാത്രം എത്തിയത് 100ഓളം ഡ്രോണുകളാണ്. പാക് ഡ്രോണുകളെ നിലം തൊടിയിക്കാതെ തകർത്ത സൈന്യം ശക്തമായ പ്രതിരോധമാണ് തീർത്തത്. പാകിസ്ഥാന്റെ നട്ടലാണ് കറാച്ചി തുറമുഖവും കറാച്ചി നഗരവും. പാകിസ്ഥാന്റെ നികുതി വരുമാനത്തിന് 35% നൽകുന്ന നഗരമാണ് കറാച്ചി. തുറമുഖമാണ് പ്രധാന വരുമാനം. പാകിസ്ഥാന്റെ വ്യാപാരത്തിന്റെ 60% ഈ തുറമുഖം വഴിയാണ് നടക്കുന്നത്. പാകിസ്ഥാനിലെ പ്രധാന റിഫൈനറിയും കറാച്ചിയിലാണ്. കറാച്ചി തുറമുഖം തകർന്നാൽ പാകിസ്ഥാൻ വലിയ ആഘാതമാകുമെന്ന് സൈനിക കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. 1971 യുദ്ധത്തിന് പാകിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചത് കറാച്ചിയെ വീഴ്ത്തിക്കൊണ്ടാണ്. അന്ന് ഇന്ത്യൻ നാവികസേന നടത്തിയ മിന്നലാക്രമണത്തിൽ കറാച്ചി തുറമുഖത്തിന് കാര്യമായ കേടുപാട് പറ്റി. തുറമുഖത്തുണ്ടായിരുന്ന നിരവധി കപ്പലുകൾ ഇന്ത്യൻ നാവികസേന കടലിൽ മുക്കിക്കളഞ്ഞിരുന്നു. അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നും നാവികസേന വാങ്ങിയ മിസൈൽ ബോട്ടുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. മലയാളിയായ ക്യാപ്റ്റൻ KK നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് നാവികസേനാ സംഘം മിസൈൽ ബോട്ട് യുദ്ധരീതി പരിശീലിക്കാൻ സോവിയറ്റ് യൂണിയനിൽ പോയത്. അന്നത്തെ നാവികസേനാ മേധാവിയായിരുന്ന അഡ്മിറൽ SM നദ്ദ ദ മാൻ ഹൂ ബോംബ് കറാച്ചി എന്ന ആത്മകഥയിൽ കറാച്ചി തുറമുഖം ആക്രമിച്ച സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നാവികസേനയുടെ കറാച്ചി ആക്രമണം നിരവധി ബോളിവുഡ് സിനിമകളും വിഷയമാക്കിയിട്ടുണ്ട്. സമാനമായ ആക്രമണം ഇന്ത്യൻ നാവികസേന വീണ്ടും പദ്ധതി ഇടുകയാണ്. നാവികസേനയും തിരിച്ചടിക്ക് സജ്ജമായി അറേബ്യൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും കപ്പൽ സഹായക വിമാനങ്ങളുമുള്ള വെസ്റ്റേൺ ഫ്ലൈറ്റിന്റെ എല്ലാ പ്രവർത്തനക്ഷമമായ മുൻനിര യുദ്ധക്കപ്പലുകളും കടലിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചാലുടൻ പാകിസ്ഥാൻ നാവികസേന കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ദിവസങ്ങൾക്ക് മുൻപ് വ്യോമസേനാ മേധാവി എയർ മാർഷൽ AP സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് KA ത്രിപാഠിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന സേനാ മേധാവികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത്. അതിവേഗ ആക്രമണത്തിന് വ്യോമസേന റഫാൽ പോർ വിമാനങ്ങൾ സജ്ജമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. റഫാൽ പോർ വിമാനങ്ങളിൽ നിന്ന് സ്കാൽപ്, മീറ്റിയോർ, ഹാമർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാൻ കഴിഞ്ഞു. 450 കിലോ പോർമുന വഹിച്ച് 300 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞ എയർ ടു ഗ്രൗണ്ട് സ്കാൽപ് മിസൈലുകൾ. 120 മുതൽ 150 കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് എയർ ടു എയർ മീറ്റിയോർ മിസൈലുകൾ.
പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നേരിടാൻ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. ഈ സംവിധാനം ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. ഇതിനിടെ പടിഞ്ഞാറൻ മേഖലയിലെ എയർ ബേസുകളിലെ ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വ്യോമസേന വർദ്ധിപ്പിച്ചു. ഇതോടെ എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിന് മിസൈലുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയ 2-3 പോർവിമാനങ്ങൾ എയർബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അതിർത്തിയിൽ വ്യാപകമായി പാക് സൈന്യം ആക്രമണം നടത്തിയെന്ന ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുമ്പോൾ ആയുധം വഹിക്കുന്ന ഡ്രോണുകളുടെ ദൃശ്യങ്ങളും പുറത്തുവിടുകയാണ്. സായുധ ഡ്രോണുകൾക്കൊപ്പം മറ്റ് ആയുധങ്ങളും ഉണ്ട് എന്ന വിവരം പുറത്തുവരുമ്പോൾ അമൃത്സറിൽ സായുധ ഡ്രോൺ പറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സൈന്യം പുറത്തുവിട്ടത്. ഇന്ത്യയുടെ അതിർത്തി കടന്നെത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി ഇന്ത്യ നേരിടുമെന്ന് സൈന്യം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും തുടർച്ചയായ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടാവുന്നത്. പഞ്ചാബിൽ പകൽ സമയത്ത് പലയിടങ്ങളിലായി ഡ്രോൺ ആക്രമണം തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. ജമ്മു നഗരത്തിലേക്ക് വലിയ ശബ്ദത്തോടെ ഡ്രോണുകൾ കൂട്ടമായി വരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിനെ തുടർന്ന് തകർന്ന വീടുകൾ സന്ദർശിക്കുമെന്ന മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രദേശത്തേക്ക് എത്തില്ല എന്നാണ് നിലവിൽ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ സംഘർഷം തുടരുമ്പോൾ വലിയ ഭിന്നതയും വിമർശനവുമാണ് പാകിസ്ഥാനിൽ വരുന്നത്. അതിരൂക്ഷമായ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് PTI നേതാവ് ഇമ്രാൻഖാൻ അനുകൂലികൾ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർത്തുന്നത്. ഇമ്രാൻഖാനും ഭാര്യയും മാസങ്ങളായി പാകിസ്ഥാനിൽ ജയിലിലാണ്. അദ്ദേഹം ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവാണ്. ഇമ്രാൻഖാനോട് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് പാകിസ്ഥാൻ ഭരണകൂടം നടത്തുന്നത് എന്നുള്ള ചിന്ത പാകിസ്ഥാനിലെ ഒരു വലിയ വിഭാഗം ആളുകൾക്കുണ്ട്. ഈ സമയത്ത് പാകിസ്ഥാൻ ഇത്രയും ദുർബലമായി പോയത് ഇമ്രാൻഖാനെ പോലെ ഒരു നേതാവ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന ചിന്തയും ശക്തമാണ്. ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ നേതാക്കൾ ഭരണകൂടത്തിനെതിരെ പരസ്യമായി ആഞ്ഞടിക്കുന്നത്. പാകിസ്ഥാൻ ആക്രമണത്തിന് കറുത്ത തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. പാക് സൈന്യത്തിന്റെ ഒട്ടേറെ സൈനിക പോസ്റ്ററുകൾ, ലോഞ്ച് പാഡുകൾ ഇന്ത്യൻ സൈന്യം തകർത്തതാണ് റിപ്പോർട്ട്. ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. ജമ്മുവിൽ സമീപത്തായി നിലയുറപ്പിച്ച സൈനികരാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ കനത്ത തിരിച്ചടി നൽകിയത് എന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടെ ശനിയാഴ്ച രാവിലെയും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്ന് രാവിലെ ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തിയിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടർന്നിരുന്നു. ഇതേ തുടർന്ന് കൂപ്പുവാരിൽ ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തിയിരുന്നു. രജൌരിയിൽ പാക് ഷെല്ലാക്രമണത്തിലെ ജമ്മു കാശ്മീരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി വിവരം ശക്തമായി തന്നെ വരികയാണ്.